എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷന് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. പോളിടെക്നിക് ലാറ്ററൽ എൻട്രി ഡിപ്ലോമ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് നേരിട്ടുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ലാറ്ററൽ എൻട്രിയിലേക്ക് ചെയ്യുന്നതിനുള്ള അവസരം നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിർദ്ദേശങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നിർദ്ദേശപ്രകാരം 2024-25 അധ്യയന വർഷത്തിലെ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ, അതുപോലെ തന്നെ IHRD, ക്യാപ്പ്, സ്വാശ്രയ ടെക്നിക്കൽ കോളേജുകൾ, എയ്ഡഡ്, അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള 2ാം വർഷത്തേക്കുള്ള നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 5-ാം തീയതി മുതൽ ജൂലൈ 9-ാം തീയതി വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടക്കുന്നതാണ്. അപേക്ഷകർ www.polyadmission.org/LET എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയക്രമത്തിനനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷകന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് നിലവിലെ റാങ്ക് ലിസ്റ്റിലെ അപേക്ഷകരുടെ അഭാവത്തിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും പുതുതായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് www.polyadmission.org/LET എന്ന അഡ്മിഷൻ പോർട്ടലിലെ ഹോം പേജിൽ ലഭ്യമായിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഓൺലൈനായിട്ട് ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷന് വേണ്ടി പുതുതായിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വൺ ടൈം രജിസ്ട്രേഷനും അപേക്ഷാ സമർപ്പണത്തിനും 28-ാം തീയതി മുതൽ ജൂലൈ 4-ാം തീയതി വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ഫീസായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ 200 രൂപയും മറ്റു വിഭാഗക്കാർ 400 രൂപയും ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് പുതുതായിട്ട് ലഭിക്കുന്ന അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ പോളിടെക്നിക് കോളേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ അത് പരിശോധിച്ച് ഒഴിവുകൾ ലഭ്യമായ പോളിടെക്നിക് കോളേജുകളിൽ ഹാജരാവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്പോർട്സ് കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്പോർട്സ് കൗൺസിലിംഗ് ഷെഡ്യൂൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു വേക്കൻസി പൊസിഷൻസ് നോക്കാം. അപ്പോൾ വേക്കൻസി പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലെ പോളിയിലാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ എത്ര വേക്കൻസി ഏത് വിഭാഗത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അതായത് ഏത് കോഴ്സിലാണ് ഈ ഒരു വേക്കൻസി ഉള്ളത്. അതുപോലെ ജനറൽ കാറ്റഗറിയിൽ 11 സീറ്റ് ഉണ്ട്. അതുപോലെ ITI പഠിച്ചവർക്ക് അവിടെ വേക്കൻസി കാണുന്നില്ല. അതുപോലെ EYക്ക് 1, മുസ്ലിമിന് 1, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ഹിന്ദുസിൽ 1 സീറ്റ്, SCയിൽ 2 സീറ്റ്, EWSൽ 2 സീറ്റ്. ഈ രീതിയിലാണ് ആ ഒരു കോളേജിൽ സീറ്റ് കാണുന്നത്, വേക്കൻസി കാണുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കോളേജ് നോക്കാം. അത് തിരുവനന്തപുരം തന്നെ എടുക്കാം. അതിനുശേഷം ആദ്യം ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പല കോഴ്സുകൾക്കും ഈ ഒരു വേക്കൻസി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് CL, EL, AU എന്ന് പറഞ്ഞുകൊണ്ട് അത് കോഴ്സിൻ്റെ കോഡാണ്. CE എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്, EL എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, അതുപോലെ AU എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് എന്തോ ഉണ്ട്, അത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഒരു പേജിൽ ഹോം പേജിൽ അല്ല ഡൗൺലോഡ്സിൽ വരിക. അപ്പോൾ ഡൗൺലോഡ്സിൽ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ്. അതല്ല ഈ ഇവിടെ പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ രണ്ടാമതായിട്ട് അനക്സർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ കോഡ് എന്താണ് ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കോഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ TT, ഈ ഒരു CE, ഈ ഒരു രീതിയിലൊക്കെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സ് കോഡ് ഏതാണെന്നുള്ളത് ആ ഒരു നേരത്തെ കാണിച്ചിട്ടുള്ള ഡൗൺലോഡ്സിലുള്ള ലിസ്റ്റിൽ നിന്നും നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. SC/ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 200 രൂപയും അതുപോലെ ബാക്കിയുള്ളവർക്ക് 400 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ അപേക്ഷയിൽ ഏതൊക്കെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഷെഡ്യൂൾ നോക്കിയ ശേഷം നോക്കാം. ആദ്യം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെക്ക് ഓർ റീട്രൈ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ വഴി നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂസ് സോൾവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇഷ്യൂ ഫോം, അത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും
പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്താണ് ഇഷ്യൂ എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിനെ അറിയിക്കാവുന്നതാണ്. അതിനുള്ള ലിങ്കാണ് ഈ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂ ഫോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ്. അതായത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാം, അതുവഴിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ആദ്യം ഈ ഒരു ഫീ പേയ്മെൻറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഇത്ര മാത്രമാണുള്ളത്. പ്രോസ്പെക്ടസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഷെഡ്യൂൾ നിലവിൽ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളത് അൽ അസീസിയ, അതായത് അൽ അസർ പോളിടെക്നിക് കോളേജ് പെരുമ്പലിച്ചിറ എന്ന സ്ഥലത്താണ്, അതായത് തൊടുപുഴയുള്ള ഒരു കോളേജിൻ്റേതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷെഡ്യൂൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പുതിയ ഷെഡ്യൂളാണോ എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ ഇത് സ്പോട്ട് അഡ്മിഷൻ്റേതാണ്. അപ്പോൾ ഇവിടെ സ്പോട്ട് അഡ്മിഷൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 50% മാർക്കിൽ കുറയാതെ പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ, അതായത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയാണ്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ വിഭാഗക്കാർക്കും SC ST OBC വിഭാഗക്കാർക്കും അർഹമായിട്ടുള്ള ഫീസ് ഇളവ് ലഭിക്കുന്നതാണെന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ്, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ഒഴിവ് സീറ്റ് ഉണ്ട് എന്നുള്ള ലിസ്റ്റ്, അതായത് നേരത്തെയുള്ള ആ ഒരു പേജ് വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ്, അതുപോലെ ഏതൊക്കെ സീറ്റിലാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 4-ാം തീയതി, അതായത് 28-ാം തീയതി മുതൽ ജൂലൈ 4-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫീസ് സ്ട്രക്ചർ, അതായത് അതായത് ഗവൺമെൻറ് പോളിടെക്നിക്കിലും അതുപോലെ സെൽഫ് ഫിനാൻസ്, അതുപോലെ AHRD, CAP ഇവയിലൊക്കെ എത്ര രൂപയാണ് അഡ്മിഷൻ ഫീസ് വരുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു ഫീസ് വരിക എന്നുള്ള കാര്യം ഇതിൽ നൽകിയിട്ടുണ്ടാകും. ജസ്റ്റ് അത് നമുക്ക് നോക്കാം, എത്ര രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഫീസ് സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഫീസ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് ടോട്ടലായിട്ട് ഫീസ് വരുന്നത് ഇവിടെ കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് ആൻഡ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത്, IHRD പോളിടെക്നിക് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ എത്ര രൂപയാണ് വരിക എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ CAP കോളേജുകളിലാണ്, അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ CAPൻ്റെ കീഴിലുള്ളതിൽ എത്ര രൂപയാണ് ഫീസ് വരിക, അതുപോലെ തന്നെ വേരിയസ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.